ഞാൻ എൻ്റെ വായും തുറക്കണ്ട. മകളെ പറ്റിയും മകനെ പറ്റിയൊക്കെ കുറേ സാധനങ്ങൾ എൻ്റെ ഇരിപ്പുണ്ട്. കൊച്ചുമക്കളെ പറ്റിയുണ്ട്. എന്നെ കൊണ്ടും തുറപ്പിക്കാതിരിക്കുന്നതാണ് പുള്ളിക്ക് നല്ലത്. എൻ്റെ എന്ന് പുള്ളി വാ തുറഞ്ഞാൽ അതിന് മറുപടി. രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. ഒരാൾ വാ തുറന്നാൽ അതിന് മറുപടി പറയാൻ അറിയാത്തവൻ രാഷ്ട്രീയത്തിൽ വരരുത്. മനസ്സിലായി? ഞാനൊരു പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് വേറെ ജനറൽ സെക്രട്ടറി കസേരയൊന്നും ഒരു പ്രശ്നമില്ല. എനിക്കിതൊന്നും വേണ്ട. എനിക്കൊരു കരയോ അങ്ങോട്ടിരുന്നാൽ മതി. ഒരു താലൂക്ക് യൂണിയൻ സെക്രട്ടറി 23,000 രൂപ ശമ്പളം വാങ്ങുന്നവൻ മകളെ 60 ലക്ഷം രൂപ 70 ലക്ഷം രൂപയ്ക്ക് ലണ്ടനിൽ പഠിപ്പിക്കണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കുക. അതൊക്കെ ഒന്ന് അന്വേഷിക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. പത്തനാപുരം താലൂക്കിൽ കയറി കരയോഗങ്ങൾ പിരിച്ചുവിടുക ഇങ്ങനെയുള്ള വേലത്തരങ്ങളും കൊണ്ട് വന്നാൽ ഞാൻ ഇനിയും വാ തുറക്കേണ്ടി വരും. ഇനി തൽക്കാലം വാ തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നലെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നിങ്ങളത് പറഞ്ഞില്ല. നിങ്ങൾ ചോദിക്കൂ, ഞാൻ ഉത്തരം പറയാം. നിങ്ങൾ അവിടെ കിട്ട കാര്യം എന്നോട് ചോദിച്ചു, ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞു. അല്ലാതെ എല്ലാ ദിവസവും രാവിലെ എണീച്ച് സുകുമാരൻ നായരെ പറയാൻ പോകുന്നത് എനിക്ക് സമയമില്ല. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഒരുപാട് പണിയുള്ള ആളാണ്. ഇതിൻ്റെ പുറകെ നടക്കലല്ല എൻ്റെ പണി. പിന്നെ ജനങ്ങൾ നായർ സമുദായം സംഘടിച്ച് നടത്തുന്ന എല്ലാ ഒറ്റക്കെട്ടായിട്ട് വേണം. ഒറ്റ തിരിഞ്ഞുള്ള പോരാട്ടങ്ങൾക്കൊന്നും ഞാനില്ല. എല്ലാവരും ജനകീയമായി മുന്നേറുമ്പോൾ ഞാനും നിങ്ങളിൽ ഒരാളായി കൂടെ ഉണ്ടാവും. അതൊക്കെ പാവങ്ങൾ പേടിക്കും. ഒരു കാര്യം നായർ സമുദായങ്ങളോട് പറയുകയാണ്. ഈ കോളേജുകളിൽ കിട്ടുന്ന ഒരു അഡ്മിഷനോ കരയോഗം പ്രസിഡൻ്റ് ആയിരിക്കാനുള്ള ഒരു അവസരമോ സെക്രട്ടറി ആയിരിക്കാനുള്ള അവസരമോ അല്ലെങ്കിൽ ഒരു കോളേജിലൊരു ജോലിയോ സ്കൂളിലൊരു ജോലിയോ കിട്ടുന്നത് സുകുമാരൻ നായരുടെ ഔദാര്യമല്ല, മന്നത്താചാര്യൻ നിങ്ങൾക്ക് കരുതി വെച്ച അവകാശമാണ് എന്നെല്ലാം നായർ മനസ്സിലാക്കും. മന്നത്താചാര്യൻ സമുദായ അംഗങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച അവകാശമാണ്, അല്ല ഒരാളുടെയും ഔദാര്യമല്ല. അതുകൊണ്ട് അത് ഔദാര്യമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കേണ്ടത് ജനകീയമായിട്ടാണ്, മാസ്സായിട്ടാണ്, ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, പ്രസ്താവനകളിലൂടെയല്ല, ഒന്നുമല്ല. വളരെ വ്യക്തതയോടെ ഞാൻ പറയുകയാണ്. നായർ നിരാശരായി കുനിഞ്ഞു നിന്നിട്ട് കാര്യമില്ല. നായർ എന്നും പോരാളികളാണ്. നായർ ഈ നീതിക്ക് വേണ്ടി പോരാടണം എന്ന് മാത്രമേ എന്നുള്ളൂ. എന്നെ വിട്ടേക്ക്. കാരണം ഞാനൊരു പാവപ്പെട്ട, എനിക്കിതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നതാണ്. എനിക്ക് രാവിലെ എണീച്ച രാത്രി വരെയും നല്ല ജോലിയുണ്ട്, നല്ല ജോലി തിരക്കാണ്. ചുമ്മാ ഇരിക്കുന്ന പരിപാടിയേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുമില്ലെങ്കിലും പുസ്തകം എടുത്ത് വായിച്ചുണ്ടെങ്കിലും ഇരിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നില്ല. അദ്ദേഹം അവിടെ തന്നെ ഇരുന്നോട്ട്. പക്ഷേ ഇറക്കി വിടാനുള്ള മാർഗ്ഗം എന്തോന്ന് പലരും ചോദിക്കുമ്പോൾ ഞാൻ മാധ്യമങ്ങളിലൂടെ ഇത് പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർക്ക് അറിഞ്ഞൂടെ എന്താ ഇറക്കി വിടാൻ പറ്റാത്ത, എന്താ ഇറക്കി വിടാൻ പറ്റാത്തൊന്നും ഈ ഒരൊറ്റ കരയോഗം വിചാരിച്ചാൽ ഇറക്കി വിടാം. അതിനകത്ത് കിട്ടുന്ന എന്തെങ്കിലും കൊണ്ട് കഴിഞ്ഞുകൂടാം എന്ന് വിചാരിക്കുന്ന ആ ഒരു നായർ എനിക്ക് കിട്ടിയത് പോയാലും ഒരു കുഴപ്പമില്ല, എൻ്റെ പ്രസ്ഥാനം നിലനിൽക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാകണം. എല്ലാ വിപ്ലവവും തുടങ്ങുന്ന ചെറിയ തോതിലാണ്. ഈ വിപ്ലവവും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഏതായാലും ഇതിനകത്ത് നേതൃത്വം എടുക്കാനും യുദ്ധം ചെയ്യാനൊന്നും വരുന്നില്ല. ഞാൻ എൻ്റെ ഉള്ള കാര്യം പറയും. ഇനി വാ തുറന്നു, കുഴപ്പമില്ല. എൻ്റെ വായിൽ വേറെ ഉണ്ട്. മകൻ്റെ കാര്യമുണ്ട്, മകളുടെ കാര്യമുണ്ട്, കൊച്ചുമക്കളുടെ കാര്യമുണ്ട്. ഇതെല്ലാം എണ്ണി വെച്ച് വിത്ത് റെക്കോർഡുണ്ട്. ധനലക്ഷ്മി ബാങ്കിൻ്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. എല്ലാം വരും വെളിയിൽ.